തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ UDF യോഗം നാളെ കൊച്ചിയിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം യോഗത്തിൽ മുഖ്യ ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയം നേതൃത്വത്തെയും നേരത്തെ തന്നെ ആലോചിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ UDFന്റെ യോഗമാണ് നാളെ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDFന് നേടാനായിട്ടുണ്ട്. വിട്ടുപോയ പല സീറ്റുകളും ചില ചെങ്കോട്ടകൾ പോലും തകർത്തുകൊണ്ടാണ് UDFന്റെ ഒരു വിജയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ യോഗത്തിൽ ആദ്യ ഒരു ചർച്ചയായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി എന്തായാലും UDF നാളെ ചേരാൻ പോകുന്ന ഒരു യോഗത്തിൽ ഇത് സംസാരിക്കും. നിയമസഭയിൽ ഇനി എങ്ങനെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എന്നൊരു കാര്യത്തിൽ എന്തായാലും നാളെ ചേരാൻ പോകുന്ന UDF യോഗത്തിൽ ഇവർ ചർച്ച ചെയ്യും എന്നൊരു കാര്യം വ്യക്തമാണ്. സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കുന്നതും ആലോചനയിലുണ്ട്. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ UDFന്റെ യോഗമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ എന്തായാലും ഈ യോഗത്തിൽ അവർ ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥികൾ ആരാണ്, തദ്ദേശം തൂത്തുവാരിയതുപോലെ തന്നെ ഇനി നിയമസഭയിലേക്കുള്ള ഒരു പടികളും എന്തായാലും UDF നല്ല ശക്തിയോടെ തന്നെ അടിത്തറയോടെ തന്നെ കെട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നാളത്തെ യോഗത്തിൽ തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ ബിനോയ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വൻ വിജയത്തിന് ശേഷം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നാളത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗം കൊച്ചിയിൽ ചേരുന്നത്. പ്രമുഖ നേതാക്കന്മാർ, അതായത് UDFന്റെ നേതാക്കന്മാരെല്ലാം തന്നെ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ വ്യത്യസ്തമായി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മുന്നിലുള്ളത്. അത് എത്ര കണ്ട് വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയും, സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത്തേക്ക് നടത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നടത്തിയ നീക്കത്തിലൂടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നേടിയ വലിയ തരത്തിലുള്ള വിജയം, ആ വിജയത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുണ്ടാവും. അതിന് തൊട്ട് പിന്നാലെയാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ച ഉണ്ടാവുക. പ്രധാനമായും മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഘടകകക്ഷികളെ കൂടാതെ PV അൻവർ ഉൾപ്പെടെയുള്ള ചില ആളുകളെ കൂടി UDFിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊരു ചർച്ച നേരത്തെ നടത്തിയിരുന്നു. അത് പ്രധാനമായും ലീഗാണ് നടത്തിയിരുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ PV അൻവറിനെ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ഒപ്പം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്തവണ UDFിനൊപ്പം PV അൻവറും ഉണ്ടാകും. RJD ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് UDFിനൊപ്പം ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി UDF വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് തന്നെ ഒരു ചർച്ചയുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്നാൽ തന്നെ പ്രധാനമായി ചർച്ച എത്തുക ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് ഇത് സംബന്ധിച്ച ഒരു എങ്ങനെ മത്സരത്തെ നേരിടണം എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും മണ്ഡലങ്ങളെ മൂന്നായി തിരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉള്ളത്. അതായത് വിജയിക്കുന്ന മണ്ഡലങ്ങൾ, വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കും. അതിൽ വിജയസാധ്യതയുള്ള അതല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കും എന്ന് 100% വിശ്വസിക്കുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും. അവിടേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഇനി UDFന് LDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കും. ആ പട്ടികയിൽ മത്സരിക്കേണ്ടവരെ കുറിച്ച് തീരുമാനിക്കും. അതിന് ഒട്ടും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ, അത് ഇങ്ങനെ 3 ഘട്ടങ്ങളായി 3 രീതിയായി തിരിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഒരു പട്ടിക തയ്യാറാക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ തരത്തിലെ മത്സരങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകളിലും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും വലിയ തരത്തിലെ വിജയം കൈവരിക്കുവാൻ LDFിനേക്കാൾ UDFിന് കഴിഞ്ഞിരിക്കുന്നു. വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വർധന പ്രതീക്ഷിച്ചിരുന്ന LDFിന് വലിയ തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം. അവിടെ UDF ആണ് മേൽക്കൈ നേടിയിരിക്കുന്നത്. ആ മേൽക്കൈ തന്നെ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കുറഞ്ഞത് 70 മുതൽ 85 സീറ്റ് വരെ UDFിന് അനുകൂലമാകും എന്നാണ് കോൺഗ്രസ് നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലെ ഒരു നീക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF
സ്ഥലത്തും കോൺഗ്രസ് അതിൻ്റെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നും കുറഞ്ഞത് 25 സീറ്റാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് അവരുടെ ലക്ഷ്യവും. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കുറഞ്ഞത് 8 സീറ്റ്, പത്തനംതിട്ടയിലെ 5-ൽ 4 എണ്ണം, അങ്ങനെ കണക്കുകൾ തന്നെ അവർ വ്യക്തമായി അവരുടെ കൈവശമുണ്ട്. അത്തരത്തിൽ ഒരു കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തും. ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ എത്തുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതിൻ്റെ പിന്നിൽ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ജാതി മത സമവാക്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഗ്രൂപ്പിന് അതീതമായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ രംഗത്തെത്തിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. പരമാവധി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ഇത്തവണ മത്സരിപ്പിക്കും. UDFിൻ്റെ ഘടകകക്ഷികളും അങ്ങനെ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ തരത്തിലെ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ലീഗും അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർ പ്രധാനമായും കണ്ണുവെക്കുന്ന മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പരമാവധി ആളുകളെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതിന് ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെയായിരിക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുക. അത്തരത്തിൽ ലീഗിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് വലിയ തരത്തിലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസും ആലോചിക്കുന്നത്. നിലവിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ മുന്നിലുള്ള പ്രധാന അജണ്ട വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യുവാൻ UDFിന് കഴിഞ്ഞു. ആ വിജയം ആവർത്തിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞു. ഈ രണ്ട് വിജയങ്ങൾ കൂടിയും നോക്കുമ്പോഴേക്കും, അവ തമ്മിലുള്ള അന്തരം നോക്കുമ്പോഴേക്കും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലെ വിജയം കൈവരിക്കാൻ UDFിന് കഴിയും എന്ന് തന്നെയാണ് നേതാക്കന്മാരെയും വിലയിരുത്തൽ. അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുവാൻ കോൺഗ്രസും UDFിലെ ഘടകകക്ഷികളും ആലോചിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരു കാരണവശാലും തർക്കങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതേസമയം പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോൺഗ്രസിലെ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൽക്കാലം അത് ഒരു മന്ദഗതിയിലേക്ക് മാറ്റുകയാണ്. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, അവരെ വിജയിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും UDFിലെ ഘടകകക്ഷികളുടെയും മുന്നിലുള്ള ലക്ഷ്യം. അതിനുള്ള നീക്കങ്ങൾ നാളത്തെ UDF യോഗത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം മേയർ സ്ഥാനാർത്ഥിയെയും ഒപ്പം തന്നെ നഗരസഭാ ചെയർമാൻമാരെയും കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇടപെടലുകളോ ഉണ്ടാകാത്തത് UDFിനും കോൺഗ്രസിനുമൊക്കെ അല്പം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഈ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിലും ചെയർമാൻ സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്ന കാര്യത്തിലുമൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്ന പതിവുണ്ട്. നിലവിൽ ഇതുവരെ അത്തരത്തിൽ അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസിനും UDFിനും അല്പം തന്നെ ആശ്വാസമേകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് തന്നെയാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയൊക്കെ തീരുമാനം. എന്തായാലും അത്തരമൊരു നീക്കം നടത്തി കഴിഞ്ഞാൽ വലിയ വിജയം നിയമസഭകളിലും ആവർത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ശരി ബിനോയ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ UDF യോഗം നാളെ കൊച്ചിയിൽ ചേരുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ മുഖ്യ ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കുന്നതും ആലോചനയിലുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് D. ബിനോയാണ്.